ആര് പറഞ്ഞ് നീ പരാജയപ്പെട്ടവനാണെന്ന്? ആര് പറഞ്ഞ് നീ നശിച്ചവനാണെന്ന്? ആര് പറഞ്ഞു ആമേ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാനൊരു ദൂത് നിങ്ങളെടുത്ത് പറയാം. ഹല്ലേലൂയ. ആരൊക്കെ നിങ്ങളെ പറഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ കുറ്റം വിധിച്ചാലും, ഹല്ലേലൂയ, നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ, ആമേൻ, അവരും പറയുന്നതല്ല നടക്കുന്നത്. ദൈവം ആമേൻ ഹല്ലേലൂയ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്. ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മാത്രം ദൈവമല്ല. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരെയും ദൈവമാണ്. കാരണം അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവമാണ്. ദൈവത്തിനെ പറ്റിയ സാന്നിധ്യം എത്ര പേരെ അനുഭവിക്കുന്നു? ആമേൻ ഹല്ലേലൂയ. ദൈവിക സമാധാനം എത്ര പേരെ അനുഭവിക്കുന്നു? ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവം ആമേൻ കൃപാലുവായ ദൈവമാണ്. ആമേൻ, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ഒരു നാളും തള്ളിക്കളയാത്തൊരു ദൈവം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന ഒരു വചനം, പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറന്നു കളയത്തില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും ഈ ദൈവം ഇന്ന് ജീവിക്കുന്നെന്ന്? ഈ ദൈവം ഇന്ന് ജീവിക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. അവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.